ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്നത്തെ സുവിശേഷ വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ബന്ധങ്ങളിൽ അലോസരമുണ്ടാകുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ പൊതുവെ നാം പറയാറുള്ള ഒരു വാക്ക് എന്നെ മനസ്സിലാക്കിയില്ല എന്നാണ്. എന്നെ അയാൾ മനസ്സിലാക്കിയില്ല എന്ന ആക്ഷേപത്തിന് പുറകിൽ അയാൾക്ക് എന്നെ മനസ്സിലായില്ല എന്ന നിസ്സഹായതയും കൂടിയില്ലേ? എന്തുകൊണ്ട് അയാൾക്ക് എന്നെ മനസ്സിലായില്ല എന്ന ചോദ്യത്തിന് അയാൾക്ക് മനസ്സിലാകും വിധത്തിലല്ല ഞാൻ അയാളോട് സംസാരിച്ചത് എന്ന് കൂടി അർത്ഥമുണ്ടല്ലോ. പലവട്ടം പറഞ്ഞു എന്നതല്ല, കേട്ടയാൾക്ക് മനസ്സിലാകും വിധമാണോ പറഞ്ഞത് എന്ന ചോദ്യവും കൂടി ഇതിനോട് ചേർത്ത് ചോദിക്കേണ്ടതില്ലേ? യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യത്തിന് അങ്ങനെ കൂടി ഒരു വ്യാഖ്യാനം പറയാവുന്നതേ ഉള്ളൂ. ദൈവം മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ നടത്തിയ ശ്രമത്തിൻ്റെ പേരാണ് യേശു. യേശു പറഞ്ഞ ഉപമകളും ചെയ്ത പ്രവൃത്തികളുമൊക്കെ പല നിലവാരത്തിലുള്ള മനുഷ്യർക്ക് മനസ്സിലാകും വിധത്തിൽ പറയാനുള്ള ശ്രമമായിരുന്നു എന്നുകൂടി നമുക്ക് പറയാം. അതിനോട് ചേർത്ത് പറയാവുന്ന ഉദാഹരണമായി ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ നമുക്ക് കാണാവുന്നതേയുള്ളൂ. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷത്തിൽ യേശുവിൻ്റെ ചെയ്തികൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നെട്ടിചുളിയും. കാരണം അവൻ്റെ ആശീർവാദം ലഭിക്കാനായി അവൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ട ബധിരനും ഊമനുമായ ആളെ മാറ്റി നിർത്തി അയാളുടെ ചെവികളിൽ വിരൽ കടത്തുകയും തുപ്പലുകൊണ്ട് നാവിൽ സ്പർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടതുണ്ടോ? എഫാത്ത എന്ന വാക്കു മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ കേൾവിയില്ലാത്ത ആളോട് യേശു എന്തു പറയാനാണ്? അയാൾ കേൾക്കുന്നില്ലെങ്കിൽ തനിക്ക് ലഭിക്കുന്ന സൗഖ്യത്തിൻ്റെ പ്രക്രിയയിൽ, അല്ലെങ്കിൽ തനിക്ക് സൗഖ്യം ലഭിക്കുന്ന പ്രക്രിയയിൽ അയാൾക്ക് എങ്ങനെ പങ്കുപറ്റാൻ കഴിയും? അതുകൊണ്ട് അവൻ്റെ കാതുകളിൽ വിരലിട്ടതും നാവിൽ തൊട്ടതുമൊക്കെ ബധിരനായ ഒരുവന് മനസ്സിലാകാനായി യേശു പറഞ്ഞ ഭാഷയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതല്ലേ കുറച്ചുകൂടി ശരിയായ സമീപനം? ദൈവം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നു എന്നതിൻ്റെ ശരിയായ അർത്ഥം എനിക്ക് മനസ്സിലാകുന്ന ഭാഷ ദൈവം പറയാൻ തുടങ്ങുന്നു എന്നുകൂടിയാണ്. ഓരോ മനുഷ്യർക്കും അവരുടേതായ ഭാഷയുണ്ട്. ഓരോരുത്തരും സ്നേഹിക്കുന്നതും സ്നേഹം അനുഭവിക്കുന്നതും തങ്ങളുടേതായ ഭാഷയിലാണ്. ആ രീതിയിൽ പറഞ്ഞാലേ സ്നേഹിക്കപ്പെട്ടതായി അവർക്ക് തോന്നും. സ്നേഹിച്ചോ എന്നതല്ല, അവർക്കത് യഥാർത്ഥത്തിൽ അനുഭവിക്കാനായോ എന്നതാണ് ചോദ്യം. പലവട്ടം പറഞ്ഞു എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ ഇടയ്ക്ക് സ്വയം ഒരു ചോദ്യം നല്ലതാണ്. ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ? ആ ഒരു ചോദ്യത്തോടെ അഴിഞ്ഞു വീഴും അഹന്തയുടെ അവകാശവാദങ്ങളൊക്കെ. ശരിയല്ലേ? ഒരാൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാനായി മറ്റൊരാൾ നടത്തുന്ന അധിക ശ്രമത്തിൻ്റെ പേരാണ് കരുണ. ഇന്നത്തെ സുവിശേഷത്തിൽ ബധിരനായ ഒരു മനുഷ്യന് പിടികെട്ടുന്ന വിധത്തിൽ പറയാനായി അധിക ശ്രമം നടത്തുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. പലരോടും പലതും പറയാൻ ശ്രമിച്ചിട്ട് അവർക്ക് മനസ്സിലാകാതെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരെന്ന് അവരോട് പുച്ഛം തോന്നിയിരുന്നു. പക്ഷേ സുവിശേഷത്തിലെ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുന്നു. അത് അവരുടെയല്ല, എൻ്റെ പരാജയമായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള അവരുടെ കഴിവില്ലായ്മയേക്കാൾ അവർക്ക് ബോധ്യമാകും വിധം പറയാൻ കഴിയാതെ പോയ എൻ്റെ കരുണയില്ലായ്മ എന്നെ ലജ്ജിപ്പിക്കേണ്ടതല്ലേ? എൻ്റെ പിഴ. സ്തുതിയായിരിക്കട്ടെ.